അടുത്തത് ടൈപ്സ് ഓഫ് EJBs. എൻ്റർപ്രൈസ് ജാവ ബീൻസിനെ മെയിനായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് സെഷൻ ബീൻസ്, മെസ്സേജ് ഡ്രിവൺ ബീൻസ്, എൻറ്റിറ്റി ബീൻസ്. Okay, session beans, message driven beans and entity beans. Then session beans again classified into two, stateless and stateful session beans. Then entity beans of രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, CMP ആൻഡ് BMP. CMP എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ മാനേജ്ഡ് പെർസിസ്റ്റൻസ്, BMP എന്ന് പറഞ്ഞാൽ ബീൻ മാനേജ്ഡ് പെർസിസ്റ്റൻസ്. EJB is primarily divided into three categories: session bean, entity bean and message driven bean. Then first session bean നോക്കാം. A session bean is an EJB that is created by a client and usually exists only for the duration of a single client server session. ഒരു സിംഗിൾ ക്ലയൻറ്റ് സെർവർ സെഷനിൽ മാത്രം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു കമ്പോണൻറ്റിനെയാണ് സെഷൻ ബീൻ, ആ ഒരു ബീനിനെയാണ് സെഷൻ ബീൻ എന്ന് പറയുന്നത്. A session bean usually performs operations such as calculations, database access, അതായത് ഒരു പെർസിസ്റ്റൻ്റ് ഡാറ്റയായിട്ട് ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ്, എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ആക്ഷൻസ് പെർഫോം ചെയ്യാനായിട്ടുള്ള ബീൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, സെഷൻ ബീൻസ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ വർക്ക് പെർഫോംഡ് ബൈ എ സിംഗിൾ ക്ലയൻറ്റ്. ഒരു സിംഗിൾ ക്ലയൻറ്റ് പെർഫോം ചെയ്യുന്ന വർക്ക്, some kind of calculations അല്ലെങ്കിൽ some kind of action. So അപ്പോൾ ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്നത്, ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെത്തേഡ് ഇൻവൊക്കേഷൻ കൊണ്ട് ചെയ്യാവുന്ന വർക്കായിരിക്കാം. ചിലപ്പോൾ ഇറ്റ് മേ സ്പാൻ അക്രോസ് മൾട്ടിപ്പിൾ മെത്തേഡ് ഇൻവൊക്കേഷൻസ്. ചിലപ്പോൾ ഒരു മെത്തേഡ് ഇൻവൊക്കേഷനോട് കൂടി തീരാവുന്ന വർക്കായിരിക്കും, ചിലപ്പോൾ മൾട്ടിപ്പിൾ മെത്തേഡ് ഇൻവൊക്കേഷൻസ് ആവശ്യം വരും. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ ക്ലയൻറ്റ് ചെയ്യുന്ന ആ ഒരു വർക്കിനെയാണ്, അല്ലെങ്കിൽ ഒരു സെഷൻ എന്ന് പറയും, അങ്ങനെയുള്ള ബീൻസിനെയാണ് നമ്മൾ, അങ്ങനെയുള്ള ഒബ്ജക്ട്സിനെയാണ് സെഷൻ ബീൻ എന്ന് പറയുന്നത്. അപ്പോൾ EJB സ്പെസിഫിക്കേഷനകത്ത് രണ്ട് തരത്തിലുള്ള ഒബ്ജക്ട്സിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്: ട്രാൻസിയൻ്റ് ആൻഡ് പെർസിസ്റ്റൻ്റ് ഒബ്ജക്ട്സ്. അതിൽ ട്രാൻസിയൻ്റ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ സെഷൻ ബീൻ എന്ന് പറയുന്നത്. ഓക്കെ, പെർസിസ്റ്റൻ്റ് ഒബ്ജക്റ്റിനെ നമ്മൾ എൻറ്റിറ്റി ബീൻ എന്ന് പറയും. സെഷൻ ബീൻ ഒബ്ജക്ട്സ് ക്യാൻ ബി ഐദർ സ്റ്റേറ്റ്ലെസ് ഓർ ദേ ക്യാൻ മെയിൻറ്റെയിൻ എ കോൺവെർസേഷണൽ സ്റ്റേറ്റ് അക്രോസ് മെത്തേഡ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സെഷൻ ബീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് വർക്ക് പെർഫോംഡ് ബൈ എ സിംഗിൾ ക്ലയൻറ്റ്. ഒരു സിംഗിൾ ക്ലയൻറ്റ് പെർഫോം ചെയ്യുന്ന വർക്കാണ് സെഷൻ ബീൻ കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഈ സെഷൻ ബീൻ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഇൻവൊക്കേഷൻ കൊണ്ട് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം, ചിലപ്പം ഇറ്റ് സ്പാൻസ് അക്രോസ് മൾട്ടിപ്പിൾ മെത്തേഡ് ഇൻവൊക്കേഷൻ. സോ അങ്ങനെ മൾട്ടിപ്പിൾ മെത്തേഡ് ഇൻവൊക്കേഷൻ ആണെങ്കിൽ ഈ ഒബ്ജക്റ്റിന്, നമ്മുടെ ഈ സെഷൻ ബീനിന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ്, നമ്മുടെ ട്രാൻസിയൻ്റ് ഒബ്ജക്റ്റ് ആണല്ലോ സെഷൻ ബീൻ എന്ന് പറയുന്നത്, ഈ ഒബ്ജക്റ്റിന് സ്റ്റേറ്റ് ബിറ്റ്വീൻ ദീസ് മെത്തേഡ് കോൾസ്, പല മെത്തേഡ് ഇൻവൊക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഇൻ ബിറ്റ്വീൻ ദീസ് മെത്തേഡ് കോൾസ് ഇതിൻ്റെ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. പല മെത്തേഡ് കോൾസിലേക്ക് പോകുമ്പോൾ, ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഈ സ്റ്റേറ്റ് ആരായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് കണ്ടെയ്നർ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ കണ്ടെയ്നർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടാവുന്നത്. ഡിപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിപ്റ്ററിൽ എന്താ എഴുതി വെച്ചിട്ടുണ്ടാവുക? അതൊരു ഫയലാണ്. അതിനകത്ത് എന്താ ഉണ്ടാവുക? കണ്ടെയ്നർ എന്തൊക്കെ തരത്തിലുള്ള സർവീസസ് ആണോ നമ്മുടെ കമ്പോണൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്, EJBസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അത് ഡിപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിപ്റ്ററിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് കണ്ടെയ്നറാണ് ചെയ്യേണ്ടത്. അത് കണ്ടെയ്നർ ചെയ്യണമെങ്കിൽ, ആ ടൈപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അത് എവിടെയാണ്? ഡിപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിപ്റ്ററിലാണ് അത് നമ്മൾ പറയുന്നത്, ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. അത് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടൈപ്പ് എന്നുള്ളൊരു ആട്രിബ്യൂട്ടിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്തതുണ്ട്. സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിലാണ് അത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരു സെഷന് ഇങ്ങനെ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, ഇനി ചെയ്യാതിരിക്കാനും പറ്റും. അങ്ങനെ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റേറ്റ്ഫുൾ ബീൻസ് എന്നും, സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ സ്റ്റേറ്റ്ലെസ് ബീൻസ് എന്നും പറയുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ stateful സെഷൻ എന്താ, സെഷൻ ബീൻസ് എന്താ, ഇറ്റ് മെയിൻറ്റെയിൻസ് സ്റ്റേറ്റ് ബോത്ത് വിത്തിൻ ആൻഡ് ബിറ്റ്വീൻ ട്രാൻസാക്ഷൻ. വിത്തിൻ ദ ട്രാൻസാക്ഷനും ബിറ്റ്വീൻ ദ ട്രാൻസാക്ഷനും അത് അതിൻ്റെ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് കണ്ടെയ്നറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എങ്കിൽ അതിനെ സ്റ്റേറ്റ്ലെസ് ബീൻസ് എന്നും പറയും. അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലുള്ള സെഷൻ ബീൻസ് ആണുള്ളത്, സ്റ്റേറ്റ്ലെസ്സും സ്റ്റേറ്റ്ഫുള്ളും. ആദ്യം stateful സെഷൻ ബീൻ നോക്കാം. It maintains a state of a client across multiple requesters. Stateful session beans maintain state both within and between transactions. Each stateful session bean is associated with a specific client. അല്ലേ, അപ്പം ഏതൊരു സെഷൻ ബീൻ ആണെങ്കിലും ദാറ്റ് റെപ്രസെൻറ്റ്സ് എ സിംഗിൾ ക്ലയൻറ്റ്. അപ്പോൾ ഒരു സ്പെസിഫിക് ക്ലയൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതാണ് ഒരു സെഷൻ ബീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സെഷൻ ബീൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് ക്ലയൻറ്റ്. Then containers are able to save and retrieve the beans state automatically. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റേറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും റീട്രൈവ് ചെയ്ത് വെക്കാനും ആരാ ഉള്ളത്, കണ്ടെയ്നറാണ് ഉള്ളത്. Stateful session beans maintain data consistency by updating their fields each time a transaction is committed. അപ്പോൾ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഈ സ്റ്റേറ്റിനുള്ളിൽ വരുമല്ലോ. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും കമ്മിറ്റഡ് ആകുന്ന സമയത്ത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡ്സ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സ്റ്റേറ്റ്ഫുൾ ബീൻ ആണെങ്കിൽ. Then, to keep informed of changes in transaction status, a stateful session bean implements the session synchronization interface. അപ്പോൾ സെഷൻ സിങ്ക്രണൈസേഷൻ ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ്റെ സ്റ്റാറ്റസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മനസ്സിലാക്കുന്നത്. ദെൻ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഡാറ്റയെ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇൻഫർമേഷനെ അപ്ഡേറ്റ് ചെയ്ത്, ഫീൽഡ്സിനെ അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കും. The container calls methods of this interface while it initiates and completes transactions involving the bean. Then അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ബോബ് എന്ന് പറയുന്ന അയാൾ ആദ്യം ഒരു റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തു, ഒരു റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്തു, റിക്വസ്റ്റ് കൊടുത്തു. ദെൻ ആ റിക്വസ്റ്റ് ആദ്യം എത്തുന്നത് ലോഡ് ബാലൻസറിലായിരിക്കും. ദെൻ ലോഡ് ബാലൻസർ അപ്പോഴത്തെ ആ ഒരു കറണ്ട് സ്റ്റാറ്റസ് അനുസരിച്ച് ഇവിടെ രണ്ട് സെർവേഴ്സ് ഉണ്ട്, സെർവർ 1 ആൻഡ് സെർവർ 2. ഏതെങ്കിലും ഒരു സെർവറിലേക്കായിരിക്കും അത് അന്നേരത്തെ കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഏതെങ്കിലും ഒരു സെർവറിലേക്ക് എന്ത് ചെയ്യും, ഈ റിക്വസ്റ്റിനെ ഫോർവേഡ് ചെയ്യും. ദെൻ സപ്പോസ് ഇവിടെ ഫസ്റ്റ് സെർവറിലേക്കാണ് ലോഡ് ബാലൻസർ റിക്വസ്റ്റിനെ ഫോർവേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് സ്റ്റേറ്റ്ഫുൾ ബീൻസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഓരോ സെർവറിലും ഒരു സ്റ്റേറ്റ് ഇൻഫർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ദർ ബി സംതിങ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് സെർവറിലേക്കാണ് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്തത്. ഇപ്പോൾ റിക്വസ്റ്റ് അവിടെ എത്തി. ദെൻ ബോബ് യൂസർ നെയിം പാസ്വേഡും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തു. ദെൻ അവിടെ ഒരു സ്റ്റേറ്റിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവിടെ സ്റ്റേറ്റ് ട്രൂ ആയി, കാരണം അയാൾ ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്തില്ലെങ്കിൽ ഫെയിലായിപ്പോവും. ദെൻ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ സ്റ്റേറ്റ് എന്താവും, ട്രൂ ആവും. അപ്പോൾ ആ സ്റ്റേറ്റിനെ അത് ട്രൂ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അവിടെ ലോഗ്ഡ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിലാണ് നമ്മൾ സ്റ്റേറ്റ് സൂക്ഷിച്ചു വയ്ക്കുന്നത്. ആ വാല്യൂ ട്രൂ ആയി. സോ ഇപ്പം അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ട്രൂ ആണ്, ക്ലയൻറ്റിൻ്റെ ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ട്രൂ ആണ്. ദെൻ രണ്ടാമത് ബോബ് എന്ത് ചെയ്തു, കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് രണ്ടാമത് ഒരു റിക്വസ്റ്റും കൂടെ ഇനിഷ്യേറ്റ് ചെയ്തു. ആ റിക്വസ്റ്റ് ലോഡ് ബാലൻസറിലെത്തി. ലോഡ് ബാലൻസർ ഇത്തവണ റിക്വസ്റ്റിനെ ഫോർവേഡ് ചെയ്യുന്നത് സെർവർ 2ലേക്കാണെന്ന് വിചാരിക്കുക. ആദ്യം സെർവർ 1ലേക്കായിരുന്നു. അവിടെ പോയി വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. ലോഗ്ഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ട്രൂ ആക്കി വെച്ചിരിക്കും. ദെൻ സെർവർ 2ൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്താണ്, അവിടെ ലോഗ്ഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഫോൾസ് ആണ്. കാര്യം അവിടെ സ്റ്റേറ്റ് ഒന്നും സൂക്ഷിച്ച് വെച്ചിട്ടില്ല. ദെൻ അതിന് നേരിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റില്ല. എഗെയിൻ അതിന് ഓതൻറ്റിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാര്യം ഇവിടെ എന്താണ്, ഇവിടെ സ്റ്റേറ്റ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്ഫുൾ ബീൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, കൂടുതൽ സെക്യൂരിറ്റി ആവശ്യമുള്ള കേസിലാണ് നമ്മൾ ഈ സ്റ്റേറ്റ്ഫുൾ ബീൻസ്
യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഒരു സെർവർ 1ലേക്ക് റിക്വസ്റ്റ് പോയി, ഒത്തൻറ്റിക്കേഷനൊക്കെ ഓക്കെ ആയി, അപ്പോൾ അവിടെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്തു. ദെൻ അടുത്ത സെർവറിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ സ്റ്റാറ്റസ് ഫോൾസ് ആണ്. അപ്പോൾ സ്റ്റാറ്റസ് ഇൻഫർമേഷനെ സൂക്ഷിക്കും എന്നാണ് അതിനർത്ഥം അല്ലേ? അപ്പം സ്റ്റാറ്റസ് ഫോൾസ് ആയതുകൊണ്ട് എഗെയിൻ അതിന് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഇനി അടുത്തത് സ്റ്റേറ്റ്ലെസ് സെഷൻ ബീൻസ്. സ്റ്റേറ്റ്ലെസ് സെഷൻ ബീൻ എന്താ ചെയ്യുക? ഇറ്റ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ state of a client between multiple method calls. It does not maintain state of a client between multiple method calls. So multiple ഒരു വർക്ക് ചെയ്യാൻ, ഒരു കാര്യം പെർഫോം ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ മെത്തേഡ് ഇൻവൊക്കേഷൻ വേണ്ടി വന്നെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദാറ്റ് മെത്തേഡ് ഇൻവൊക്കേഷൻസ് യാതൊരു തരത്തിലുള്ള സ്റ്റേറ്റ് ഇൻഫർമേഷനും മെയിൻറ്റെയിൻ ചെയ്യില്ല. വിത്ത് സ്റ്റേറ്റ്ലെസ് ബീൻസ് ദ ക്ലൈന്റ് മേ കോൾ എനി അവൈലബിൾ ഇൻസ്റ്റൻസ് ഓഫ് ആൻ instantiated bean for as long as the EJB container has the ability to hold the stateless beans. അപ്പം എപ്പോഴും കണ്ടെയ്നർ എന്ത് ചെയ്യും? ഇൻസ്റ്റൻസുകളെ ക്രിയേറ്റ് ചെയ്ത്, ആക്ച്വലി അതെല്ലാം റിസോഴ്സുകളാണല്ലേ, ഇൻസ്റ്റൻസുകളെ പൂൾ ചെയ്യും. ദെൻ അതിൽ ഓരോ ഇൻസ്റ്റൻസുകളെ ആയിരിക്കും ക്ലയൻസ് വന്ന് യൂസ് ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസിനെ, ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസിനെ യൂസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് അടുത്ത ഇൻസ്റ്റൻസിനെ അതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സ്റ്റേറ്റ്സ് ഒന്നും എന്താ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എ സെഷൻ ബീൻ റെപ്രസെൻറ്റ്സ് വർക്ക് പെർഫോംഡ് ബൈ എ സിംഗിൾ ക്ലയൻറ്റ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. Then generally stateless beans are intended to perform individual operations automatically and don't maintain state across method invocations. They are the lightweight and easiest to manage of various EJB component configuration. State ഒന്ന് മാനേജ് ചെയ്യുന്നില്ല, ലൈറ്റ് വെയിറ്റ് ആണ്, ഈസി മാനേജ് ചെയ്യാൻ ഈസിയുള്ള കമ്പോണൻസ് ആണെന്ന്. ഇനി അടുത്തത് സ്റ്റേറ്റ്ലെസ് ബീൻസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇവിടെ ആലീസ് ആദ്യം ഒരു റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തു, അത് ലോഡ് ബാലൻസറിലെത്തി, അത് സെർവർ 1ലേക്ക് ആ റിക്വസ്റ്റിനെ ഫോർവേഡ് ചെയ്തു ലോഡ് ബാലൻസർ. ദെൻ യൂസർ നെയിം പാസ്വേഡും ഒക്കെ പ്രൊവൈഡ് ചെയ്തു, ലോഗിൻ സക്സസ്ഫുള്ളായി. ദെൻ കുറച്ച് കഴിഞ്ഞ് ഇതുപോലെ ഒരു റിക്വസ്റ്റ് വീണ്ടും ആലീസ് ഇനിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഈ സെക്കൻഡ് ടൈം ലോഡ് ബാലൻസർ ഈ റിക്വസ്റ്റിനെ ഫോർവേഡ് ചെയ്യുന്നത് സെക്കൻഡ് സെർവറിലേക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് കണ്ടീഷൻ ഇവിടെ. സെക്കൻഡ് സെർവറിലേക്ക്, രണ്ടാമത്തെ സെർവറിലേക്ക്. ഇപ്പം സെയിം സെർവറിലേക്ക് തന്നെ റിക്വസ്റ്റ് പോകണമെന്നില്ല അല്ലേ? അപ്പോൾ രണ്ടാമത്തെ സെർവറിലേക്കാണ് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്തത്. ഇനി ആദ്യത്തെ സെർവറിൽ എന്ന് തന്നെ ആക്സസ് പ്രൊവൈഡ് ചെയ്ത ഒരു സമയത്ത്, അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഒരു ടോക്കൺ ഈ ആലീസിന് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ടാമത് ആലീസ് ആക്സസ് ചെയ്യുമ്പോൾ ഈ ടോക്കണോട് കൂടിയാണ് റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല സെർവേഴ്സ്. അപ്പോൾ എന്തായിരിക്കും? സെർവർ 2ലേക്ക് രണ്ടാമത്തെ റിക്വസ്റ്റ് ചെല്ലുമ്പോഴും ആലീസിന് ഇത് വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്ലെസ് ബീൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ആദ്യം എങ്ങനെയാണ്? ആദ്യം ഒരു റിക്വസ്റ്റ് സെർവർ 1ലേക്ക് പോയി, ദെൻ ആഫ്റ്റർ സം ടൈം ആ ഒരു സെഷൻ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ റിക്വസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തു, രണ്ടാമത്തെ റിക്വസ്റ്റ് സെർവർ 2ലേക്ക് പോയി. ഇവിടെ സ്റ്റേറ്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് യൂസിങ് ദ ടോക്കൺ ഈ യൂസർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റേറ്റ്ലെസ് ബീനകത്ത് എനി അവൈലബിൾ ഇൻസ്റ്റൻസിനെ യൂസർക്ക്, ക്ലയൻറ്റിന് യൂസ് ചെയ്യാം. ഓക്കെ, അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻസ് പൂളിംഗ് നടത്തി ഇൻസ്റ്റൻസസ് അവൈലബിൾ ആയിരിക്കും അല്ലേ? കണ്ടെയ്നർ ഇൻസ്റ്റൻസ് പൂളിംഗ് ചെയ്യുന്നുണ്ട്. അപ്പം ഇൻസ്റ്റൻസുകൾ അവൈലബിൾ ആണെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു ഇൻസ്റ്റൻസ് അവൈലബിൾ ആണെങ്കിൽ യൂസേഴ്സിന് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ സ്റ്റേറ്റ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ്ലെസ് സെഷൻ ബീൻ്റെ എക്സാമ്പിൾ.